ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് ഡിസിഷൻ. ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ സ്വാധീനിക്കുന്നത്. സോ ഇങ്ങനെയുള്ള സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. എന്തൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് തന്നെ പ്രൊഡക്റ്റ് കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര രൂപ ചിലവാകുന്നു എന്നത് ആ ഒരു കോസ്റ്റിനെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ്? പ്രൊഡക്റ്റ് കോസ്റ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ എന്ന ഈ കാറ്റഗറികളിലൊക്കെ വരുന്ന എല്ലാ കോസ്റ്റും, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകാൻ എന്തൊക്കെ ചിലവായോ അതെല്ലാം കൂടെ കൂടുന്നതാണ് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്. പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്റ്റ് കോസ്റ്റ് പ്ലസ് സം പ്രോഫിറ്റ്. ഈ കോസ്റ്റ് പിന്നെ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ കുറച്ച് പ്രോഫിറ്റും കൂടെ നമ്മൾ മനസ്സിൽ കണക്കാക്കിയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് എന്തിൻ്റെ ബേസിലാണ്? പ്രൊഡക്റ്റ് കോസ്റ്റ് പ്ലസ് സം പ്രോഫിറ്റ്. അപ്പോൾ സാധാരണ ഒരു കേസിൽ പ്രൈസിങ് ഡിസിഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? പ്രൊഡക്റ്റ് കോസ്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ബാക്കി എലമെൻസും ഉണ്ട്, പക്ഷെ മെയിനായിട്ടും പ്രൊഡക്റ്റ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ആ കോസ്റ്റിൻ്റെ കൂടെ കുറച്ച് പ്രോഫിറ്റും കൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ചില കേസുകളിൽ അതുമാത്രം ബേസ് ചെയ്തിട്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുവാണ്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ കോസ്റ്റിനേക്കാളും താഴെ പ്രൈസ് ചാർജ് ചെയ്യേണ്ടി വരും. ബട്ട് ഒരു നോർമൽ കേസിൽ പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൈസിങ് ഡിസിഷനെ സ്വാധീനിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മുടെ പ്രൈസിങ് ഡിസിഷനെ സ്വാധീനിക്കും. ഇപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സർവൈവൽ, എങ്ങനെയെങ്കിലും ഒന്ന് ബിസിനസ് സർവൈവ് ചെയ്യുക എന്ന് മാത്രമുള്ളെങ്കിൽ വേരിയബിൾ കോസ്റ്റ് മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ, അറ്റ്ലീസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഒരു പ്രൈസ് നമ്മൾ ചാർജ് ചെയ്യും. എന്നാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിലോ കോസ്റ്റൊക്കെ വിട്ട് കോസ്റ്റിൻ്റെ ഇരട്ടി, അങ്ങനെ എങ്ങനെയെങ്കിലും ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നല്ല ഹൈ പ്രൈസ് നമ്മൾ ചാർജ് ചെയ്യും. മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ് ആണെങ്കിലോ ലോങ് ടൈമിലോട്ട് നല്ലൊരു മാർക്കറ്റ് ഷെയർ വേണം. അപ്പം നമ്മൾ കമ്പാരിറ്റീവ്ലി ലോ പ്രൈസ്, വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യുക അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കമ്പാരിറ്റീവ്ലി റീസണബിൾ ആയിട്ടുള്ള ഒരു ലോ പ്രൈസും നമ്മൾ ചാർജ് ചെയ്യും. ഇനി പ്രൊഡക്റ്റ് ക്വാളിറ്റി ലീഡർഷിപ്പിലാണെങ്കിലോ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ആളെ കൊണ്ട് പറയിക്കാനാണെങ്കിൽ നമ്മൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്യും. ഹൈ പ്രൈസിനാണ് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നൊരു ധാരണ പൊതുവേ ഉണ്ടല്ലോ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ. അതുകൊണ്ടാണ് ഐഫോണിനൊക്കെ അത്രയും വില ചാർജ് ചെയ്യുന്നത്. അത് ക്വാളിറ്റി ഉള്ള ഐറ്റം ആണെന്ന് ആൾക്കാരുടെ ഇടയിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക. സോ നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്താണോ അത് നമ്മുടെ പ്രൈസിങ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ എത്തിക്കൽ കൺസിഡറേഷൻസ്. ഇപ്പോൾ ബിസിനസ്സിൽ എത്തിക്കൽ കൺസിഡറേഷൻസ്, ബിസിനസ് സൊസൈറ്റിയോടൊക്കെ കൂടുതലായിട്ട് കടപ്പെട്ടിരിക്കുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അവർ ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ്, കോസ്റ്റിൻ്റെ കൂടെ ചെറിയ എമൗണ്ട് ഓഫ് പ്രോഫിറ്റും കൂടെ കിട്ടുന്ന പ്രൈസേ ചാർജ് ചെയ്യത്തുള്ളൂ. എന്നാൽ അങ്ങനെയൊന്നുമില്ല, എങ്ങനെയും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമുള്ള ബിസിനസ് ആണെങ്കിലോ അവർ ഹൈ പ്രൈസ് ചാർജ് ചെയ്യും. അപ്പോൾ ബിസിനസ്സിൻ്റെ എത്തിക്കൽ കൺസിഡറേഷനും ഈ ഒരു പ്രൈസിങ് ഡിസിഷനെ സ്വാധീനിക്കും. അപ്പോൾ ഇത് മൂന്നുമാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്, മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്, എത്തിക്കൽ കൺസിഡറേഷൻ. ഇത് മൂന്നുമാണ് ഇൻറ്റേർണൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് മൂന്നും കമ്പനിക്കകത്തുള്ള കാര്യങ്ങളാണ്. ഇനി എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെയുണ്ട്? എക്സ്റ്റേണൽ ഫാക്ടറിൽ ഒന്നാമത്തെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി. ഓക്കെ, നമ്മളെല്ലാവരും എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. സാധാരണ ഒരു കേസിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഡിമാൻഡ് സപ്ലൈ എങ്ങനെയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടും, അതുപോലെ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാലും പ്രൈസ് കൂടും. ഓക്കെ, ഇനി ഡിമാൻഡ് കൂടിക്കഴിയുമ്പോൾ പ്രൈസ് കൂടുന്ന ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് എത്രത്തോളം ഡിമാൻഡ് കൂടിയാൽ എത്രത്തോളം പ്രൈസ് കൂടും, ആ ഒരു അളവെന്ന് പറയുന്നത് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പം ഇഫ് ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് മേക്ക് ലാർജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസിൽ ചെറിയ മാറ്റം വരുത്തിയാൽ തന്നെ അത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ 10 രൂപയുള്ള ഒരു പ്രൊഡക്റ്റിന് 12 രൂപയാക്കിയാൽ തന്നെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുറയും. അതുപോലെ 10 രൂപയുള്ള ഒരു പ്രൊഡക്റ്റിന് 8 രൂപയാക്കിയാൽ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടും. അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണെങ്കിലോ
പ്രൈസ് വലിയ കാര്യമായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യില്ല. 12 രൂപയാക്കിയാലും 15 രൂപയാക്കിയാലും 10 രൂപ ആക്കിയിരുന്ന ആ ടൈം വാങ്ങിച്ചിരുന്ന ആൾക്കാരെല്ലാം ഇത് വാങ്ങും. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ നോക്കിയിട്ട് നമുക്ക് പ്രൈസിങ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ പ്രൈസ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് മൊത്തം കുറയും. എന്നാൽ ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ഹൈ പ്രൈസ് ധൈര്യമായിട്ട് ചാർജ് ചെയ്യാം. നമ്മുടെ കസ്റ്റമേഴ്സ് ഹൈ പ്രൈസ് കൊടുത്ത് നമ്മുടെ സാധനം വാങ്ങാൻ റെഡിയാണ്. അടുത്ത ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ് കൺസ്യൂമർ സൈക്കോളജി ഇൻ പ്രൈസിങ്. കൺസ്യൂമറിൻ്റെ സൈക്കോളജി എങ്ങനെയാണ്? കൺസ്യൂമർ പ്രൈസ് ചേഞ്ചിനെ സെൻസിറ്റീവ് ആണോ സെൻസിറ്റീവ് അല്ലേ? ഇപ്പോൾ ഒരു കൺസ്യൂമർ പ്രൈസ് ചേഞ്ചിനോട് ഹൈലി സെൻസിറ്റീവ് ആണെങ്കിൽ ചെറിയൊരു പ്രൈസ് ചേഞ്ച് വരെ ആ ഒരു കസ്റ്റമറിനെ നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാവും. അപ്പം മജോറിറ്റി നമ്മുടെ പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് എല്ലാം പ്രൈസ് ചേഞ്ചിനോട് സെൻസിറ്റീവ് ആണെങ്കിലോ നമ്മൾ പ്രൈസ് അധികമായിട്ട് കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സപ്ലൈ അല്ല സെയിൽസ് മൊത്തം കുറയും. സോ കൺസ്യൂമറിൻ്റെ സൈക്കോളജിയും കൂടെ നോക്കി കൺസ്യൂമർ ലോയൽ ആണെങ്കിൽ മാത്രം ഹൈ പ്രൈസ് ചാർജ് ചെയ്ത് ഹൈ പ്രോഫിറ്റിലോട്ടൊക്കെ നമ്മൾ ലക്ഷ്യം വയ്ക്കുക. അല്ലാത്ത കേസിൽ ജസ്റ്റ് സർവൈവ് ചെയ്ത് പോവുക, കുറച്ച് പ്രോഫിറ്റ് ബിസിനസ്സിന് അത്യാവശ്യം ഒരു സേവിങ്സ് എന്നുള്ള രീതിയിൽ കുറച്ച് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള റീസണബിൾ പ്രൈസ് ചാർജ് ചെയ്യുക. ഇനി അടുത്തൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ് നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ. ഇപ്പം കോമ്പറ്റീഷനൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസും കൂടെ കൺസിഡർ ചെയ്ത് അതിനോട് ഓൾമോസ്റ്റ് അടുത്ത് നിൽക്കുന്ന ഒരു പ്രൈസ് ചാർജ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകുള്ളൂ. എന്നാൽ കോമ്പറ്റീഷൻ കുറവാണെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് ചാർജ് ചെയ്യാം. ഇനി ഒരു ഫോർത്ത് എലമെൻ്റാണ് ഗവൺമെൻറ് പോളിസി. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ പറ്റി ഗവൺമെൻറ്റിനൊരു പോളിസി കാണും. സോ ഗവൺമെൻറ് ഒരു പരിധി കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യരുത് എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതും കൂടെ അനുസരിച്ചിട്ട് നമ്മുടെ പ്രൈസിങ് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് ഡിസിഷൻ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.